ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഗൾ എംപയറിലെ രാജാക്കന്മാരെ പറ്റിയും അവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തെ പറ്റിയുമാണ്. മുഗൾ എംപയറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ബാബർ ഭരിച്ചിരുന്നത് 1526 മുതൽ 1530 വരെയുള്ള കാലഘട്ടത്തിലാണ്. അക്ബറിൻ്റെ കാലശേഷം ഹുമയൂണാണ് ഭരണത്തിലേക്ക് കടന്നു വരുന്നത്. ഹുമയൂൺ ഭരിച്ചത് 1530 മുതൽ 1540 വരെയും അതുപോലെ 1555 മുതൽ 1556 വരെയുമായിരുന്നു. അതിൻ്റെ കാരണം അതായത് ഇപ്പം 1540 മുതൽ 1555 വരെയുള്ള ആ ഒരു ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നില്ലേ, ആ ഗ്യാപ്പിൽ ശരിക്കും സൂരി ഡൈനാസ്റ്റിയിൽപ്പെട്ട ഷേർഷാ സൂരി ഹുമയൂണുമായിട്ട് യുദ്ധത്തിലേർപ്പെടുകയും 1539 നടന്ന ചൗസ യുദ്ധത്തിലൂടെയും 1540 നടന്ന കനൗജ് യുദ്ധത്തിലൂടെയും മുഗൾ എംപയറിൻ്റെ കയ്യിൽ നിന്ന് സൂരി ഡൈനാസ്റ്റിയിലേക്ക് അധികാരം തിരിച്ചു പിടിക്കുകയും ചെയ്യുകയായിരുന്നു ഷേർഷാ സൂരി. ശരിക്കും ഷേർഷാ സൂരി നല്ലൊരു ഭരണാധികാരിയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് ശേഷവും പിന്നീട് മുഗൾ രാജാവായ അക്ബർ അദ്ദേഹത്തിൻ്റെ അതായത് ഷേർഷാ സൂരിയുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല നിയമങ്ങൾ അക്ബർ ഭരണത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പിന്നീട് വന്ന ഭരണാധികാരിയായിരുന്നു അക്ബർ. 1556 മുതൽ 1605 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അതുപോലെ പിന്നീട് വന്ന ഭരണാധികാരി ജഹാംഗീർ ആയിരുന്നു. 1605 മുതൽ 1627 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ഇനി മുതൽ നിങ്ങൾ ടൈം ലൈൻ കാണുന്ന പോലെ തന്നെ അവരുടെ പേരും അതുപോലെ അവരുടെ കാലഘട്ടവും ഞാനിങ്ങനെ പറഞ്ഞു പോകാം. ഷെഹറിയാർ 1627 മുതൽ 1628 വരെ, ഷാജഹാൻ 1628 മുതൽ 1658 വരെ, അതുപോലെ ഔറംഗസീബ് 1658 മുതൽ 1707 വരെ. അടുത്തത് മുഹമ്മദ് ആസാം ഷാ 1707. അദ്ദേഹത്തിന് വളരെ കുറച്ചു കാലം മാത്രമായിരുന്നു ഭരിക്കാൻ കിട്ടിയിരുന്നത്. അതുപോലെ 1712 മുതൽ 1713 വരെ ജഹന്തർ ഷാ ആയിരുന്നു. 1713 മുതൽ 1719 വരെ ഫാറൂഖ് കുഷിയാർ ആയിരുന്നു. 1719 റാഫിയുദ് ദർജാത്തായി. പിന്നെ 1719 തന്നെ ഷാജഹാൻ രണ്ടാമനും ഭരിച്ചിരുന്നു. പിന്നീട് 1719 മുതൽ 1748 വരെ മുഹമ്മദ് ഷാ ആയിരുന്നു ഭരണത്തിൽ. അതുപോലെ 1748 മുതൽ 1754 വരെ അഹമ്മദ് ഷാ ബഹദൂർ ആയിരുന്നു. അതുപോലെ 1754 മുതൽ 1759 വരെ ആലംഗീർ രണ്ടാമനായിരുന്നു. 1759 മുതൽ 1760 വരെ ഷാജഹാൻ മൂന്നാമൻ ഭരണത്തിൽ വന്നു. അതുപോലെ 1760 മുതൽ 1806 വരെ ഷാ ആലം രണ്ടാമനായിരുന്നു. അതുപോലെ 1788 ഷാജഹാൻ നാലാമൻ ഭരണത്തിൽ വരുന്നു. അതിനുശേഷം 1806 മുതൽ 1837 വരെ അക്ബർ രണ്ടാമനാണ് ഭരണത്തിൽ. അതിനുശേഷം 1837 മുതൽ 1857 വരെ ബഹദൂർ ഷാ സഫർ ആയിരുന്നു. അങ്ങനെ മുഗൾ ഭരണത്തിലെ അവസാനത്തെ രാജാവ് ബഹദൂർ ഷാ സഫർ ആയിരുന്നു.